നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുളസിക്കിപ്പോൾ വൻ ഡിമാൻഡാണ്. സർവ്വരോഗ സംഹാരി, ഔഷധ ഗുണങ്ങൾ ഏറെ, പൂന്തോട്ടത്തിലെ പ്രധാനി, തഴച്ചു വളരാൻ എളുപ്പ വഴികൾ. വീടുകളിലും ആരാധനാലയങ്ങളിലും കാണുന്ന ഒന്നാണ് തുളസിച്ചെടി. ശുദ്ധവായുവിൻ്റെ കരുത്തുറ്റ ഉറവിടമാണ് തുളസി. ഒരു പരിധിവരെ സർവ്വരോഗ സംഹാരിയാണെന്ന് പറയാം. മനുഷ്യൻ്റെ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളുടെ രോഗചികിത്സയിലും തുളസി ഉപയോഗിക്കുന്നു. ഔഷധ ഗുണങ്ങളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന തുളസി ചെടിക്ക് കൃത്യമായ പരിചരണം അത്യാവശ്യമാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും തുളസി ചെടിയുടെ വളർച്ച മുരടിക്കാറുണ്ട്. അതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. സൂര്യപ്രകാശത്തിൻ്റെ കുറവ്. തുളസി ഒരു ഉഷ്ണമേഖലാ സസ്യമാണ്. ഇതിന് ദിവസവും കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമാണ്. വീടിനുള്ളിലോ തണലുള്ള ഭാഗത്തോ വച്ചാൽ ഇലകൾ മഞ്ഞ നിറമാകാനും ചെടി നശിക്കാനും സാധ്യതയുണ്ട്. ചെടി മതിയായ സൂര്യപ്രകാശം ലഭിക്കുന്ന ടെറസിലോ ബാൽക്കണിയിലോ മുറ്റത്തോ മാറ്റി സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക. നനയ്ക്കുന്നതിലെ അപാകതകൾ. തുളസിക്ക് വെള്ളം വേണം, എന്നാൽ അധികമാകരുത്. അമിതമായി നനയ്ക്കുന്നത് വേര് ചീഞ്ഞു പോകാൻ കാരണമാകും. അതുപോലെ മണ്ണ് പാടെ വരണ്ടു പോകുന്നതും ചെടിയെ തളർത്തും. മണ്ണിൻ്റെ ഉപരിതലം 1 ഇഞ്ച് ആഴത്തിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം നനയ്ക്കുക. ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഡ്രെയിനേജ് ദ്വാരങ്ങൾ പരിശോധിക്കുക. മണ്ണിൻ്റെ ഗുണനിലവാരമില്ലായ്മ. പഴയതും പോഷക ഗുണങ്ങളുമില്ലാത്തതുമായ മണ്ണിൽ തുളസി വളരില്ല. മണ്ണ് കടുപ്പമുള്ളതായാൽ വേരുകൾക്ക് ശ്വസിക്കാൻ കഴിയില്ല. തുളസി നടാനായി ഉപരിതല മണ്ണ്, മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ തുല്യ അളവിൽ കലർത്തിയ മിശ്രിതം ഉപയോഗിക്കുക. മണ്ണിൻ്റെ ഇളക്കം നിലനിർത്താൻ അല്പം കോക്കോപീറ്റ് ചേർക്കുന്നത് നല്ലതാണ്. നുള്ളിമാറ്റാം. തുളസി വളർന്നു വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നുള്ളിക്കൊടുത്തില്ലെങ്കിൽ ചെടി ഉയരത്തിൽ മാത്രം വളരുകയും വശങ്ങളിലേക്ക് പടരാതിരിക്കുകയും ചെയ്യും. കൂടാതെ തുളസിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് ചെടിയുടെ ആയുസ് കുറയ്ക്കും. 2 മാസത്തിലൊരിക്കൽ ചെടിയുടെ മുകൾ ഭാഗം നുള്ളി മാറ്റുക. പൂങ്കുലകൾ കാണുമ്പോൾ തന്നെ അവ നീക്കം ചെയ്യുന്നത് ചെടി കൂടുതൽ തഴച്ചു വളരാൻ സഹായിക്കും. ഇലകളുടെ അടിയിൽ കാണുന്ന വെള്ളീച്ചകൾ, വെള്ളപ്പൊട്ടുകൾ, ഇലപ്പേൻ എന്നിവ തുളസിയുടെ പ്രധാന ശത്രുക്കളാണ്. ഇവ ഇലകളിലെ നീര് ഊറ്റി കുടിക്കുന്നത് വളർച്ചയെ ബാധിക്കും. 5 മില്ലി വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ അല്പം സോപ്പ് ലായനി ചേർത്ത് കലർത്തി ഇലകളുടെ ഇരുവശങ്ങളിലും തളിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ആവർത്തിക്കുന്നത് കീടങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കും. കഠിനമായ തണുപ്പ്. അമിതമായ ചൂടും അമിതമായ തണുപ്പും തുളസിക്ക് ദോഷമാണ്. ശൈത്യകാലത്ത് മഞ്ഞ് നേരിട്ട് ഏൽക്കുന്നത് ഇലകൾ കൊഴിയാനും ചെടി ഉണങ്ങാനും കാരണമാകുന്നു. മഞ്ഞുകാലത്ത് രാത്രികാലങ്ങളിൽ ചെടിയെ നേർത്ത തുണി ഉപയോഗിച്ച് മറയ്ക്കുകയോ തണലത്തേക്ക് മാറ്റുകയോ ചെയ്യാം. വേരുകൾ നിറയുന്നത്. ചെറിയ ചട്ടിയിൽ ദീർഘകാലം വളരുന്ന തുളസിയുടെ വേരുകൾ ചട്ടിയിൽ തിങ്ങി നിറയുകയും വളരാൻ സ്ഥലമില്ലാതാകുകയും ചെയ്യും. ഇത് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തും. വേരുകൾ ചട്ടിയുടെ അടിയിലെ ദ്വാരത്തിലേക്ക് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ചെടിയെ കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് പുതിയ മണ്ണ് നിറച്ച് മാറ്റി നടുക. വായുസഞ്ചാരത്തിൻ്റെ കുറവ്. വായുസഞ്ചാരം കുറഞ്ഞ ഇടുങ്ങിയ ഇടങ്ങളിൽ തുളസി പെട്ടെന്ന് നശിച്ചു പോകും. മുൻകാലങ്ങളിൽ വീടിൻ്റെ നടുമുറ്റത്തോ അങ്കണത്തിലോ തുളസി നട്ടിരുന്നത് മതിയായ വായുവും പ്രകാശവും ലഭിക്കാനാണ്. ചെടികൾ തമ്മിൽ ആവശ്യത്തിന് അകലം പാലിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമാകും. കാറ്റും വെളിച്ചവും നന്നായി ലഭിക്കുന്ന തുറസായ സ്ഥലത്ത് ചെടി വളർത്താൻ ശ്രദ്ധിക്കുക. തുളസിക്ക് രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കുക. പകരം കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലർത്തിയോ കിച്ചൺ കമ്പോസ്റ്റോ മാസത്തിലൊരിക്കൽ നൽകുന്നത് ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഇങ്ങനെ തുളസി ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.